ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2026 സീസണിൽ ബംഗ്ലാദേശ് പേസർ മുസ്തഫിസുർ റഹ്മാൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടിയായിരിക്കും പന്തെറിയുക. 9.20 കോടി രൂപക്കാണ് KKR മുസ്തഫിസുർ റഹ്മാനെ സ്വന്തമാക്കിയത്. എന്നാൽ ഈ സൈനിങ്ങിന്റെ പേരിൽ ഇപ്പോൾ ഏറ്റവും അധികം വിദ്വേഷം നേരിടേണ്ടി വരുന്നത് ടീം ഉടമ ഷാറൂഖ് ഖാനാണ്. മുസ്തഫിസുർ റഹ്മാനെ സ്വന്തമാക്കിയതിന് പിന്നാലെ വ്യാപകമായ വിദ്വേഷ പ്രചരണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. 2025 നവംബറിൽ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വെച്ച് നടന്ന IPL 2026 മെഗാലേലത്തിലാണ് മുസ്തഫിസുർ റഹ്മാനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കിയത്. ചെന്നൈ സൂപ്പർ കിങ്സ് റിലീസ് ചെയ്ത ഈ ബംഗ്ലാദേശ് പേസറെ 9.20 കോടി രൂപക്കാണ് KKR സ്വന്തമാക്കിയത്. IPL കരിയറിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് പുറമെ സൺറൈസേഴ്സ് ഹൈദരാബാദ്, മുംബൈ ഇന്ത്യൻസ്, രാജസ്ഥാൻ റോയൽസ്, ഡൽഹി ക്യാപിറ്റൽസ് എന്നീ ടീമുകൾക്ക് വേണ്ടിയെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ് മുസ്തഫിസുർ റഹ്മാൻ. 2016 സൺറൈസേഴ്സ് ഹൈദരാബാദ് കിരീടം നേടിയപ്പോൾ ആ ടീമിന്റെ ഭാഗവുമായിരുന്നു മുസ്തഫിസുർ റഹ്മാൻ. മുസ്തഫിസുർ റഹ്മാനെ KKR സ്വന്തമാക്കിയതിന് പിന്നാലെയാണ് ടീം ഉടമ ഷാറൂഖ് ഖാനെതിരെ തീവ്ര ഹിന്ദുത്വവാദികളുടെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള വിദ്വേഷം നേരിടേണ്ടി വരുന്നത്. ഹിന്ദു ആത്മീയ നേതാവ് എന്ന് പറയപ്പെടുന്ന ജദ്ഗുരു രാമഭദ്രാചാര്യയാണ് ഷാറൂഖ് ഖാനെതിരെ വിമർശനവുമായി ആദ്യം രംഗത്തെത്തിയത്. ഷാറൂഖ് ഖാൻ രാജ്യദ്രോഹിയാണെന്നും അദ്ദേഹത്തിന്റെ നിലപാടുകൾ എല്ലായ്പ്പോഴും രാജ്യദ്രോഹപരമാണ് എന്നുമാണ് രാമഭദ്രാചാര്യയുടെ കുറ്റപ്പെടുത്തൽ. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുമ്പോൾ അവിടെ നിന്നുള്ള ഒരു താരത്തെ ടീമിലെടുത്തത് നിർഭാഗ്യകരമാണെന്നും രാമഭദ്രാചാര്യ നാഗ്പൂരിൽ വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞു. രാമഭദ്രാചാര്യയെ കൂടാതെ മറ്റു ചില തീവ്ര ഹിന്ദുത്വ നേതാക്കളും BJP നേതാക്കളും ഷാറൂഖ് ഖാനെതിരെ സമാനമായ ആരോപണങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ സർധനയിൽ നിന്നുള്ള മുൻ MLAയും BJP നേതാവുമായ സംഗീത് സോം ഈ വിഷയത്തിൽ ഷാറൂഖ് ഖാനെതിരെ കടുത്ത വിമർശനമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ വംശഹത്യ നേരിടുമ്പോൾ അവിടുത്തെ ഒരു കളിക്കാരന് 9 കോടി രൂപ നൽകുന്നത് ലജ്ജാകരമാണ്. ഷാറൂഖ് ഖാൻ ഇന്ത്യയിൽ നിന്നും പണം സമ്പാദിക്കുകയും ആ പണം ഉപയോഗിച്ച് ഇന്ത്യയുടെ ശത്രുക്കളെ സഹായിക്കുകയും ചെയ്യുന്നു. ഇത്തരം ആളുകളെ രാജ്യദ്രോഹികളായി കാണണം എന്നുമാണ് സംഗീത് സോം പറയുന്നത്. ഹിന്ദു മുന്നണി നേതാവും സുപ്രീം കോടതിയിലെ അഭിഭാഷകനുമായ ഹരിശങ്കർ ജെയിനും ഈ വിഷയത്തിൽ ഷാറൂഖ് ഖാനെതിരെ കുറ്റപ്പെടുത്തലുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് സംരക്ഷണം നൽകാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ആ രാജ്യവുമായി യാതൊരു വിധത്തിലുള്ള കായിക വിനോദങ്ങളും പാടില്ലെന്നാണ് ഹരിശങ്കർ ജെയിൻ പറയുന്നത്. ബംഗ്ലാദേശ് താരങ്ങളെ ലേലത്തിൽ ഉൾപ്പെടുത്തിയ BCCIയുടെ നിലപാടിനെയും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. വാരണാസിയിലെ ഗ്യാൻവാബി കേസ് ഉൾപ്പെടെയുള്ളവയിൽ സംഘപരിവാർ സംഘടനകൾക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകൻ കൂടിയാണ് ഹരിശങ്കർ ജെയിൻ. ഉത്തർപ്രദേശിലെയും പശ്ചിമ ബംഗാളിലെയും ചില പ്രാദേശിക VHP നേതാക്കളും ഈ വിഷയത്തിൽ ഷാറൂഖ് ഖാനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഷാറൂഖ് ഖാന്റെ സിനിമകളും KKR മത്സരങ്ങളും ബഹിഷ്കരിക്കണമെന്നാണ് ഇക്കൂട്ടർ പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് സമ്പാദിച്ച പണം ഉപയോഗിച്ച് ബംഗ്ലാദേശ് സമ്പദ് വ്യവസ്ഥയെ സഹായിക്കുന്നത് ശരിയല്ല. മുസ്തഫിസുർ റഹ്മാനെ ടീമിൽ നിന്ന് പുറത്താക്കണമെന്നും പകരം ഇന്ത്യൻ താരങ്ങൾക്ക് അവസരം നൽകണമെന്നുമാണ് ഇവരുടെ ആവശ്യം. ബംഗ്ലാദേശിൽ നിന്നുള്ള താരങ്ങളെ IPLൽ പങ്കെടുപ്പിക്കരുത് എന്ന തരത്തിലുള്ള ക്യാമ്പയിനുകളും സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. പാകിസ്ഥാനെ IPLൽ നിന്നും വിലക്കിയതുപോലെ ബംഗ്ലാദേശ് താരങ്ങളെയും IPLൽ പങ്കെടുപ്പിക്കരുത് എന്നും ഇവർ പറയുന്നു. ബോയ്ക്കോട്ട് ഷാറൂഖ് ഖാൻ, ബോയ്ക്കോട്ട് KKR തുടങ്ങിയ ഹാഷ്ടാഗുകൾ ഉപയോഗിച്ചും തീവ്ര ഹിന്ദുത്വ പ്രചാരകർ സമൂഹ മാധ്യമങ്ങളിലെ ക്യാമ്പയിനുകളിൽ പങ്കാളികളാകുന്നുണ്ട്. അതേസമയം മുസ്തഫിസുർ റഹ്മാനെ അടുത്ത സീസണിൽ കളിപ്പിക്കരുതെന്ന് BCCI കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് നിർദ്ദേശം നൽകിയതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. BCCI നേരിട്ട് KKR മാനേജ്മെന്റിനും ഷാറൂഖ് ഖാനും കത്ത് നൽകിയതായാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഈ വിവാദങ്ങളോട് ഷാറൂഖ് ഖാനോ KKR മാനേജ്മെന്റോ ഇതുവരെയും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. കളിക്കാരെ തിരഞ്ഞെടുക്കുന്നത് കഴിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണെന്നും ഇതിൽ രാഷ്ട്രീയം കലർത്തരുത് എന്നുമാണ് ക്രിക്കറ്റ് ആരാധകരുടെ നിലപാട്. IPL ഒരു പ്രൊഫഷണൽ ലീഗാണെന്നും ടീമിന്റെ വിജയത്തിന് ആവശ്യമായ കളിക്കാരെയാണ് ഉടമകൾ വാങ്ങുന്നതെന്നും ക്രിക്കറ്റ് ആരാധകർ പറയുന്നു. ലേലത്തിൽ പങ്കെടുക്കാൻ BCCI അനുമതി നൽകിയ കളിക്കാരെയാണ് KKR വാങ്ങിയതെന്നും അതിനാൽ വിമർശനങ്ങൾ അനാവശ്യമാണെന്നുമാണ് ക്രിക്കറ്റ് ആരാധകരുടെ വാദം.